ഹായ്, എന്റെ പേര് റിസാന. ഞാൻ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തിരുവണ്ണാമലയിലെ തേർഡ് ഇയർ MBBS സ്റ്റുഡന്റ് ആണ്. ഞാനിപ്പോൾ നീറ്റ് റിലേറ്റഡും എന്റെ കോളേജ് റിലേറ്റഡ് ആയിട്ട് കുറച്ച് വീഡിയോസ് ഇട്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് പേര് DM-ൽ ഇങ്ങനെ മെസ്സേജ് അയക്കൽ തുടങ്ങി, എങ്ങനെയാണ് പഠിച്ചത്, അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് എനിക്ക് മെസ്സേജ് അയക്കൽ തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു അതുമായിട്ട് റിലേറ്റഡ് വീഡിയോ ഇടാന്ന് വിചാരിച്ചു. ഞാൻ എങ്ങനെയാണ് പഠിച്ചത്, ഞാൻ എങ്ങനെയാണ് ക്രാക്ക് ചെയ്തത് എന്നൊക്കെയുള്ള വീഡിയോസ് ഇടാന്ന് കരുതി. അപ്പോൾ ഞാൻ ഇതുമായിട്ട് എൻ്റെ അടുത്ത് കൂടുതൽ ചോദിക്കാനുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ചോദിച്ചായിരുന്നു. അപ്പോൾ ഒരുപാട് പേരുടെ അടുത്ത് പല ക്വസ്റ്റ്യൻസ് ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാൻ കരുതുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ച ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യും. നെക്സ്റ്റ് വീഡിയോ ഞാൻ എങ്ങനെയാണ് ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി പഠിച്ചത് എന്നുള്ളത് ഞാൻ സീരീസ് പോലെ ഫസ്റ്റ് ഡേ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അങ്ങനെ ഇട്ട് പോകാനാണ് കരുതിയത്. കാരണം നമ്മൾ പഠിച്ച കാര്യം നമ്മൾ പറയുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ നമുക്ക് കുറെ പറയാനുണ്ടാകും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യങ്ങൾക്ക് ആൻസർ പറയാനാണ് വിചാരിച്ചത്. അപ്പോൾ ഞാൻ എനിക്ക് വന്ന ക്വസ്റ്റ്യനിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യപ്പോൾ ഫസ്റ്റ് ഒരു കുട്ടി എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് നീറ്റ് എങ്ങനെ ക്രാക്ക് ചെയ്തെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നീറ്റ് ഞാൻ പറയുമ്പോൾ ഞാൻ തേർഡ് റിപ്പീറ്റർ ആണ്, അതായത് ഞാൻ സൂപ്പർ റിപ്പീറ്റർ ആണ് ഞാൻ പറഞ്ഞായിരുന്നു. എനിക്ക് ഫസ്റ്റത്തെ റിപ്പീറ്റിലുള്ള മാർക്ക് 200+ഉം അത് എനിക്ക് ഫൈനൽ ആയപ്പോൾ 600+ മാർക്കായി. അതായത് ഞാൻ തേർഡ് സൂപ്പർ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് എന്റെ മാർക്ക് 600+. അങ്ങനെയാണ് ഞാൻ ഗവൺമെന്റ് തിരുവണ്ണാമല മെഡിക്കൽ കോളേജിൽ MBBS ജോയിൻ ചെയ്തത്. അപ്പോൾ എങ്ങനെ ക്രാക്ക് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പഠിച്ച രീതികളിൽ നിന്ന് ഒരുപാട് വ്യത്യാസം വരുത്തി ഞാൻ പഠിച്ചു. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും കുറച്ചും കൂടി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. എക്സാം ഫിയർ ഒക്കെ എനിക്ക് നല്ല ഉണ്ടായിരുന്നു, അതൊക്കെ കുറയ്ക്കാൻ വേണ്ടി പറ്റി. അതുപോലെ ഫിസിക്സ് എനിക്ക് ഭയങ്കര ടഫ് ആയിരുന്നു. ഫിസിക്സ് ഒക്കെ ഞാൻ കുറച്ച് നന്നായി പഠിച്ച് ഫിസിക്സ് ഒക്കെ ഭയങ്കര ഈസി ആക്കി. അപ്പോൾ എനിക്ക് ഫിസിക്സിനും എക്സാമിനും ഭയങ്കര ടഫ് ഉണ്ടായില്ല. ഫിസിക്സും എനിക്ക് നന്നായി ചെയ്യാൻ പറ്റി. ഇവൻ ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് ഫിസിക്സിനാണ് ബയോളജിക്കാളും കൂടുതൽ മാർക്ക്. ഫിസിക്സ് ഭയങ്കര ടഫ് എന്ന് ഞാൻ ഫിസിക്സ് എന്ന് പറയുമ്പോൾ ബയോളജിക്കാൾ കൂടുതൽ മാർക്ക് വാങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ എന്തോരം പഠിച്ചിട്ടുണ്ടാവും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് കിട്ടിയത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. CBSE സ്റ്റുഡന്റ് ആയിട്ട് കോച്ചിങ് ഇല്ലാതെ നീറ്റ് സെക്കൻഡ് ടൈം ക്രാക്ക് ചെയ്യാമോ? ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ ഞാൻ ഉത്തരം പറയാൻ എനിക്കറിയില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ മോട്ടിവേഷൻസ് എല്ലാം പഠിപ്പിച്ചില്ല. പക്ഷെ ഞാൻ ലോജിക്കലി ഒരു കാര്യം പറയാന്ന് വെച്ചാൽ നമ്മുടെ എൻട്രൻസിനെ കുറിച്ച് ഇപ്പൊ നമുക്ക് എവിടെ പോയാലും കിട്ടും. നമുക്ക് യൂട്യൂബിലാണെന്നുണ്ടെങ്കിലും എവിടെ പോയാലും നമുക്ക് കിട്ടണതാണ്. നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ സ്കൂളിൽ പഠിച്ച ഒരു ഇത് വെച്ചിട്ട് നമുക്ക് എൻട്രൻസ് എഴുതാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം മോസ്റ്റ് ഓഫ് ദ സ്കൂൾസിലും നമ്മൾ പഠിക്കുന്നത് എൻട്രൻസിന് കുറച്ചുകൂടി കൂടുതൽ നമ്മൾ ഡെപ്ത് ആയിട്ട് പഠിക്കും. അതുപോലെ നമ്മുടെ സ്കൂളിൽ പഠിച്ചോളണമെന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അത്രയും ജീനിയസ് ആണെന്നുണ്ടെങ്കിൽ എവിടെയും ജോയിൻ ചെയ്യാതെ ചിലപ്പോൾ കിട്ടുന്നതായിരിക്കും. പക്ഷെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു ഗൈഡൻസിന്റെ അണ്ടറിൽ പഠിക്കുമ്പോൾ ആയിരിക്കും എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല. അത് പഠിക്കുന്നതിന്റെ ഡെപ്ത് അനുസരിച്ചിരിക്കും. ഇപ്പൊ നല്ല ജീനിയസ് ആണ്, നന്നായി നല്ല അറിവുണ്ടെന്നുണ്ടെങ്കിൽ എവിടെയും ജോയിൻ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. സ്വയം പഠിച്ചിട്ട് കിട്ടാവുന്നേ ഉള്ളൂ. പക്ഷേ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അണ്ടറിലാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഗൈഡൻസ് ഉണ്ടായിരിക്കും. പഠിക്കാനൊക്കെ ഈസി ആയിരിക്കും, എന്തൊക്കെ പഠിക്കേണ്ടത്. അപ്പോൾ എനിക്കറിയില്ല, ഞാനാണെങ്കിൽ അങ്ങനെയാണ് ചൂസ് ചെയ്തത്. അപ്പോൾ അതിനുള്ള ആൻസർ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എനിക്ക് കൃത്യമായിട്ട് അറിയുന്നത് ഞാൻ കൃത്യമായിട്ട് പറയുന്നുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ഈ സെൽഫ് കോച്ചിങ് ഈസ് ഇനഫ് ഫോർ നീറ്റ് റിപ്പീറ്റ്? അതാണ്. ഇതും അതേമാതിരി സെയിം ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ സെൽഫ് കോച്ചിങ്ങിനെ എനിക്കറിയില്ല. ആക്ച്വലി കുറെ അറിവില്ല കുട്ടികളാണെന്നുണ്ടെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്റെ പ്ലസ്-ടുവിലൊക്കെ ബോർഡ് എക്സാമിന് തലേന്നൊക്കെ ഇരുന്നിട്ട് പഠിക്കാൻ അങ്ങനത്തെ ഒരു ടൈപ്പ് ആയിരുന്നു. അതുകൊണ്ട് എനിക്കറിയില്ല ഇതിപ്പോ പ്രോപ്പർ ആയിട്ട് ആദ്യം എൻട്രൻസിനെ കുറിച്ച് അറിഞ്ഞിട്ട്, അതായത് എനിക്ക് എന്റെ പ്ലസ്-ടു ഒക്കെ ആവണേ ഒരു ലാസ്റ്റ് ടൈം ആകുമ്പോഴാണ് എൻട്രൻസിനെ കുറിച്ച് കൂടുതൽ അറിയാൻ തുടങ്ങി. പക്ഷേ അതിനെക്കുറിച്ചൊക്കെ മുമ്പേ അറിയുന്ന കുട്ടികളെ കുറച്ചും കൂടി ബോധമായിട്ട് അതിനനുസരിച്ചുള്ള ട്യൂഷൻ സെന്ററിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല, ചിലപ്പോൾ അവർക്ക് ഈസി ആയിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ റിപ്പീറ്റ് ചെയ്യാണ് ചെയ്തത്. അറിയില്ല, അത് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾക്ക് അത്ര കഴിവുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പറ്റുമായിരിക്കും.